ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെക്ഷനാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. ഈ കപ്പാസിറ്റിയിൽ നിന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ കപ്പാസിറ്റിയിലെ മുഴുവൻ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് ചോദിച്ചുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരിലും ഞാൻ ഒരിക്കൽ കൂടി സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാനലാണ്. നിങ്ങളുടെ സ്വന്തം ഫാക്കൽറ്റി തന്നെ ആയിരിക്കും ആ കമ്മ്യൂണിറ്റി ചാനലിനകത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സൈലത്തിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. എങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. കപ്പാസിറ്റർ. മക്കളെ, എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ചാർജിനെ സ്റ്റോർ ചെയ്യും, അതേപോലെ എനർജി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു കപ്പാസിറ്ററിനകത്ത് രണ്ട് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കപ്പാസിറ്ററിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു മക്കളെ, അക്യുമുലേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വളരെ സിമ്പിളാണ്. എന്താണ്? ഈ കപ്പാസിറ്റർ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ കൂടുതൽ ചാർജ് അവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അല്ല, തിരിച്ചു പറഞ്ഞാൽ കൂടുതൽ ചാർജ് ആ കപ്പാസിറ്റർ പ്ലേറ്റ് വന്നാൽ ആ കപ്പാസിറ്റർ പ്ലേറ്റ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സിമ്പിളി ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. ദെൻ നമുക്ക് പറയാം ചാർജ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു എന്താണ്, വോൾട്ടേജ് ആയിരിക്കും. ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കവിടെ കിട്ടുന്നത്. ഇതാണ് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ഈ സി എന്ന് വെച്ചാൽ എന്താണ്, സീനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റൻസ്? നിങ്ങൾ ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. സിയുടെ വാല്യൂ കൂടിയാൽ ക്യൂയുടെ വാല്യൂ കൂടും, അതായത് കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ്? എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് മക്കളെ മറ്റൊന്നുമല്ല, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് ആ കപ്പാസിറ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ഫോർ എന്താണ്, കപ്പാസിറ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷനിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മിക്ക എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ എന്താണ്, കപ്പാസിറ്റൻസ്. അതിന്മേ നമ്മൾ സിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. സി ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ക്യൂ ബൈ വി ആണ്. ഓക്കെ, ഈ പ്ലേറ്റിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്നിരിക്കട്ടെ. എങ്കിൽ നമുക്ക് പറയാം ആ പ്ലേറ്റിലെ ഏരിയ എ ആണ്, ആ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണ്, ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്, ആ പ്ലേറ്റുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആണ്. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇ ആണെങ്കിൽ ശ്രദ്ധിക്കും മക്കളെ, ഈ കപ്പാസിറ്റർ പ്ലേറ്റിനകത്തുള്ള ചാർജിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ ഇൻറ്റു എ നമുക്ക് അറിയാവുന്നതാണ്. ചാർജ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ ഏരിയ ആണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ വോൾട്ടേജ് ഇൻഡിക്കേഷന് മാറ്റാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം വി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതിനെക്രോസ് ഉള്ള വോൾട്ടേജ് വി ആണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, അവിടുത്തെ ആ വോൾട്ടേജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ എൻ്റെ മക്കളെ എന്താണ് ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും ഡിസ്റ്റൻസും റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇടിയപ്പോൾ എന്ന് ഓർത്താൽ മതി. അടിപൊളിയല്ലേടാ? ഇനി ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു വെച്ചോ. ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എന്താണ്, എപ്സിലോൺ സീറോ ആണ്. ഇതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു എന്താണ്, ഡി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ഈ രണ്ടാമത്തെ ഇക്വേഷനെയും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെയും നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ദെൻ സി ഈസ് ഈക്വൽ ടു മക്കളെ നമുക്ക് എന്താണ് കിട്ടുന്നത്, നമുക്ക് ക്യൂവിന് പകരം സിഗ്മ എ എഴുതാം. അതേപോലെ തന്നെ വിക്ക് പകരം സിഗ്മ ഡി ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. സിഗ്മ വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് കിട്ടി സി ഈസ് ഈക്വൽ ടു എന്താണ്, എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ്. സി ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, എപ്സിലോൺ സീറോ എന്താണ്, എ ബൈ ഡി ആണ്. ഇനി ഈ കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലോട്ട് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം വെച്ചു. എന്താ ഡൈലക്ട്രിക് മീഡിയം? ഒരു ഇൻസുലേറ്റർ വെച്ചു. ഒരു ഇൻസുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഇൻസുലേറ്റർ നമ്മൾ ഇതിനിടയിലോട്ട് വെച്ചു. ഇതിനിടയിലോട്ട് നമ്മളൊരു ഇൻസുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാവോടാ, ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കെ ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യും. മറ്റേ ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ സീറോ എ ബൈ എന്താണ്, ഡി. ഇതെന്തിൻ്റെ കേസാണ്, എയർ ആണല്ലേ. എയർ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം സി മീഡിയം എന്ന് പറയുന്നത്
കെ ടൈംസ് എന്താണ് സി എയർ ആണ്. അതായത് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം, ഒരു ഇൻസുലേറ്റർ അതിൻ്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? കെ ടൈംസ് ഇൻക്രീസ് ചെയ്യും. കെ എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആർ എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട്. എപ്സിലോൺ ആർ ഓർ എന്താണ്? കെ. റെഡി അല്ലേ? ഇനി അടുത്തത്, ഇതിനകത്ത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം, സീരീസും അതേപോലെ എന്താണ് മക്കളെ പാരലൽ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും. രണ്ട് കപ്പാസിറ്റർ കുറിച്ചുള്ള ചാർജ് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ക്രോസ് വി1, സെക്കൻഡ് കപ്പാസിറ്റർ ക്രോസ് വി2, ഫസ്റ്റ് കപ്പാസിറ്റൻസ് സി1, സെക്കൻഡ് കപ്പാസിറ്റൻസ് സി2 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ തുടങ്ങുന്നത്. വി ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് വി ഈക്വൽ ടു വി1 പ്ലസ് എന്താണ്? വി2 ആണ്. നമുക്കറിയാം വി ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ക്യൂ ബൈ സി ഈസ് ഈക്വൽ ടു വി1 പകരം Q1 by C1, V2 പകരം Q2 by C2. നമുക്കറിയാം ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജുകൾ എന്തായിരിക്കും മക്കളെ? ചാർജുകൾ എന്താണ് മക്കളെ? സെയിം ആണ്. എങ്കിൽ നമുക്ക് ഇവന്മാരെല്ലാവരെയും വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ദെൻ 1 by C is equal to 1 by C1 പ്ലസ് എന്തായിരിക്കും മക്കളെ? 1 by C2. ഇനി ഇതേപോലെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ എന്താ സംഭവിക്കുന്നത്? എടാ പാരലൽ കോമ്പിനേഷൻ നമുക്കറിയാം, ഇതാണ് പാരലൽ കോമ്പിനേഷൻ അല്ലേ? ഇങ്ങനെ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കൊടുക്കുന്ന വോൾട്ടേജ് വി ആണ്. ഈ വരുന്ന ചാർജ് ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ ആ ചാർജ് ഈ കപ്പാസിറ്റർ ക്രോസും എന്ത് ചെയ്യുന്നു മക്കളെ? ഡിവൈഡ് ചെയ്തു പോകുന്നു. ഒന്നാമത്തെ കപ്പാസിറ്റർ കിട്ടുന്ന ചാർജ് Q1, രണ്ടാമത്തെ കപ്പാസിറ്റർ കിട്ടുന്ന ചാർജ് എന്താണ്? Q2 ആണ്. ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ഓർത്ത് വെച്ചോളാം, നേരത്തെ തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്കിൽ നമുക്കിവിടെ എന്താ? ചാർജ് അല്ലേ ഇടാ ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ ചാർജ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം Q is equal to എന്താണ് മക്കളെ ഇക്വേഷൻ? Q1 പ്ലസ് എന്തായിരിക്കും? Q2 ആയിരിക്കും. Q equal to CV രാമൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ Qന് പകരം CV ഇട്ട് കൊടുത്തു, Q1ന് പകരം C1 V1 ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ Q2ന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? C2 V2 ഇട്ട് കൊടുക്കുന്നു. C2 V2 നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എടാ നമുക്കറിയാം ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് ആർ സെയിം. വോൾട്ടേജ് സെയിം ആണ്. വെട്ടി കൊന്നു കളയുക, വോൾട്ടേജിനെ വെട്ടിക്കളയുക. നമുക്ക് കിട്ടിയ മക്കളെ ഇക്വേഷൻ C is equal to C1 പ്ലസ് എന്തായിരിക്കും? C2. ഇതാണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് അല്ലേ? പാരലൽ കോമ്പിനേഷൻ നമ്മൾ ചെയ്തു, സീരീസ് കോമ്പിനേഷൻ ചെയ്തു. അടിപൊളിയല്ലേടാ. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത എനർജിയുടെ എക്സ്പ്രഷൻ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? ഡെറിവേഷൻ പഠിക്കേണ്ട ഒരു എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. ഇക്വേഷൻ ഇതാണ്, പഠിച്ചു വെച്ചോളുക. എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് CV² ആണ് ഫസ്റ്റിലത്തെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട് ഹാഫ് ഇൻറ്റു ചാർജ് ഇൻറ്റു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ട്. മൂന്നാമത്തെ ഇക്വേഷന് വേണ്ടി നമുക്കറിയാം Q ഈക്വൽ ടു CV ആണല്ലേ? ഇതിൽ നിന്നാണ് ആക്ച്വലി ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ബാക്കിയാണ് ഡിറൈവ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് V ഈക്വൽ ടു നമുക്ക് Q ബൈ എന്തെഴുതാം മക്കളെ? Q ബൈ C എന്നെഴുതാം. V ഈക്വൽ ടു എന്താണ്? Q ബൈ നമുക്ക് എന്തെഴുതാം? C എന്നെഴുതാൻ സാധിക്കും. അപ്പോൾ Vക്ക് വരെ ഞാൻ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയാടാ? എന്താ സംഭവിക്കാൻ പോകുന്നത്? യെസ്, Q² ബൈ C² ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. U ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q² ബൈ എന്തെഴുതാം? നമുക്ക് C എന്നെഴുതാം. ഈ മൂന്ന് ഇക്വേഷനാണ് നമുക്ക് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ എനർജി ഡെൻസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് അതും കൂടെ മക്കളെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക. എനർജി ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന അവസാനത്തെ ഇക്വേഷൻ മാത്രം എഴുതുന്നു. ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E². ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചോളൂ. എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എനർജി പെർ എന്താണ്? യൂണിറ്റ് വോളിയം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഈ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞ സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ഗ്രാഫും കൂടെ ഉണ്ട്, QV ഗ്രാഫാണ്. അതും കൂടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കാം. യെസ്, ദിസ് ഈസ് QV ഗ്രാഫ്. ഇവിടെ നമുക്ക് Q കൊടുക്കാം, ഇവിടെ നമുക്ക് V കൊടുക്കാം. നമുക്കറിയാം Q ഈസ് പ്രപ്പോർഷണൽ ടു V ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് കിട്ടുന്നത്. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എടുത്ത് നോക്കിയാലോ? ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് Q ബൈ V. ദാറ്റ് മീൻസ് അല്ലേ, സ്ലോപ്പ് എന്ന് വെച്ചാൽ Q ഡിവൈഡ് ബൈ V ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? കപ്പാസിറ്റൻസ് ആണ് കിട്ടുന്നത്. ഇനി ഏരിയ എടുത്താലോ? ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ചാർജ് ആണല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് ചാർജ് ആണ്.
അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഹാഫ് ക്യൂ വി കിട്ടി. ഹാഫ് ക്യൂ വി എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം സ്ലോപ്പ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, ഏരിയ എന്ന് പറയുന്നത് എനർജിയാണ്. ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേടാ മക്കളെ? ഇവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എടാ മക്കളെ, 2023 മാർച്ചിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2023 മാർച്ചിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. C=ε0A/d. അത്ര ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിച്ചാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത, വാട്ട് ഹാപ്പൻ ടു ദി കപ്പാസിറ്റൻസ് ഇഫ് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K is introduced between the plates. നമുക്കറിയാം ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് K ടൈംസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നു? ആൻസർ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നു. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ 2 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ, കാരണം കപ്പാസിറ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫാരഡ് ആണ്. ഓക്കെ, 2 കപ്പാസിറ്റർ C1 and C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റി ഓഫ് ദി കോമ്പിനേഷൻ. എടാ മക്കളെ, ഇത് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെഡി? യെസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ എന്താണ്? കണക്റ്റഡ് ഇൻ സീരീസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഡെറിവേഷൻ അത്രയേറെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക മക്കളെ? നിങ്ങൾ പഠിക്കുക. ഇത് നമ്മുടെ C1 C2 നമ്മൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്നത് C=ε0A/d എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മളുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന സീരീസും പാരലൽ കോമ്പിനേഷൻ്റെയും ഡെറിവേഷൻ. മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ഇവിടുന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.